ഹലോ! എല്ലാവർക്കും ചിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതേ നോക്കിയേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആവോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ട്ടോ ഇന്ന് നമ്മൾ നല്ലൊരു കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ആവോലി പാൽക്കറിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യണം ട്ടോ. ഇനി മാത്രമല്ല ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ അതേ ഈ മീൻ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇതേ നന്നായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ആവോലിയാണ് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ തലഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പറഞ്ഞു പാൽക്കറി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിവിടെ ദേ നാളികേരം ഒരു അത്യാവശ്യം വലിപ്പമുള്ള നാളികേരം ഇവിടെ ചെരുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോളേ ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചെറുള്ളി ഇല്ലേ, അത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 3 പച്ചമുളകും ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ ഇഞ്ചി അത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ കറിവേപ്പില അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ പാല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലല്ല 2-ാം പാലാണ് കേട്ടോ. അത് 2-ാം പാല് ഒരു 250 ml കപ്പിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പാലൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇനി നമുക്ക് ആവശ്യാനുസരണം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ ഒന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇനി ഒന്ന് തിളച്ച് വരണ സമയത്താണ് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ കറി ദേ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് നല്ല കുറുകിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ സമയത്താണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാട്ടോ. അപ്പം നമുക്ക് ഈ പീസാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഓരോന്നായിട്ട് വേഗം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീനിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഉപ്പ് ദേ 1/4 ടേബിൾ സ്പൂണോളം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെന്തുണ്ടല്ലോ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറുകിയൊക്കെ റെഡിയായി വരണം. അങ്ങനെ ദേ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല കുറുകി നല്ല മണമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അതിൻ്റെ സൈഡൊക്കെ നോക്കി അറിയാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ വറ്റി ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും കയ്യിലിട്ടിട്ട് ഇളക്കരുത് കേട്ടോ. ഇനി ഞാനിതിൽ ഉപ്പ് നോക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ ഈ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അത്ര മതി, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതിയിട്ട്. കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കരുത്, അപ്പം മീനൊക്കെ പൊട്ടിപ്പോവേ. അങ്ങനെ ദേ ഇതും കൂടി കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ടുണ്ടല്ലോ ഇതേപോലെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ചെറുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെറുള്ളിയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് നമുക്കിത് മീൻ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറ്റൽമുളകൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് ഞാൻ ചട്ടിയിലേക്ക് കുറച്ചും കൂടിയും ഈ ചാറൊന്ന് ചേർത്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള
ആവോലി പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബായ്.